ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെയാണ് ആദ്യമായിട്ട് മെൻസസ് ആവണം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ലേഹ്യത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മെൻസസ് ആവുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വിളർച്ച, അതുപോലെ തന്നെയാണ് ക്ഷീണം, തളർച്ച, രക്തക്കുറവ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടമ്മമാരും തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട നല്ല റെസിപ്പിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ 1 കിലോ ചെറിയ ഉള്ളിയും 1 കിലോ ഈത്തപ്പഴം വെച്ചിട്ടാണ് ലേഹ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഇതാ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണമെന്നറിയോ, തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 തേങ്ങയുടെ 1/4 പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 1/4 പാൽ ഇതാ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. 1/4 പാലിൽ നിന്ന് കുറച്ച് മാത്രം. വിസിലടിക്കുന്ന സമയത്ത് വിസിലിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ കണ്ടൊന്നും ഒഴിക്കരുത്. വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഉള്ളിയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മളിവിടെ കുക്കറൊക്കെ അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫുള്ളിലിട്ടിട്ട് 3 വിസിലാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 കിലോ ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് പറഞ്ഞല്ലോ. ആ 1 കിലോ ഈത്തപ്പഴം നല്ലപോലെ കഴുകണം കേട്ടോ. ആദ്യം ഈത്തപ്പഴം വിചാരിച്ച് കഴുകാതിരിക്കരുത്. അപ്പോൾ ഈത്തപ്പഴം നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞതാ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. ഇനി നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ലേഹ്യം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഈത്തപ്പഴം അതിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഈത്തപ്പഴം 1 കിലോ ആണ്. ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. രക്തക്കുറവിനും അതുപോലെ തന്നെയാണ് കാൽസ്യം കിട്ടാനും വിളർച്ച മാറാനും ക്ഷീണം മാറാനൊക്കെയുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കടിക്കാനൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്നിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്നിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതില്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമല്ലെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇനി നമ്മളിതാ ഉരുളിയാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടിൻ്റെ ഉരുളിയോ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എടുക്കണം കേട്ടോ. അതാണ് നല്ലത്. പെട്ടെന്നോട്ട് അടി പിടിക്കൂല. അപ്പോൾ നമ്മൾ ഉള്ളി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കുക്കറിൽ നിന്നിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് നമ്മൾ ഈത്തപ്പഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാ അണ്ടിപ്പരിപ്പ് നമ്മൾ പറഞ്ഞില്ലേ ക്രഷ് ചെയ്ത് വെച്ചു, അത് ചേർത്ത് കൊടുത്ത്. ഇത് ബദട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/4 പാൽ ബാക്കിയുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം മറന്നത്, ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി ഞാനിവിടെ 2 അച്ച് ശർക്കര, 2.5 അച്ചിട്ട്, 2 അല്ല 2 ഒരു അരിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിന് 2.5 അച്ച് ശർക്കരയാണ് ഇതുപോലെ ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം ഇതിലേക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈത്തപ്പഴം നല്ല മധുരമാണ്, ഉള്ളി നല്ല മധുരമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, മധുരം ഓവർ ആവണ്ട കേട്ടോ. അപ്പോൾ 2.5 അച്ച് നല്ല പാകമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ മഞ്ഞൾ കൃഷി ചെയ്തിട്ട് ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനൊക്കെ നല്ലതാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്മെല്ലിന് വേണ്ടി ഞാൻ നുള്ളിട്ടോ 2 വിരൽ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുള്ള ചെറിയ ജീരകമാണ്. അത് ഇതുപോലെ അതും ഇട്ട് കൊടുത്തിട്ടോ. നല്ലൊരു സ്മെല്ലാണ് ചെറിയ ജീരകം ചേർത്താൽ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മളെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് എന്താ പറയുക, ഇളക്കലാണ്. ഇനി നമ്മളിത് ഇങ്ങനെ ഇളക്കി 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 ലേഹ്യത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ഓടിൻ്റെ പാത്രം ഇരുമ്പിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ ഒരു ഗുണമുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് അടി പിടിക്കൂല. നമുക്ക് അതിൻ്റെ ഇടയിൽ ചെറിയ ജോലികളൊക്കെ ചെയ്യാം കേട്ടോ. അത് വിചാരിച്ച് നമ്മൾ ഇളക്കാൻ മറക്കും ചെയ്യരുത്. ഇളക്കി ഇളക്കി നമ്മൾ ഈത്തപ്പഴമൊക്കെ ഇതിൽ ലയിച്ച് വരണം കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് സമയം ഇളക്കിയതിന് ശേഷം നമുക്ക് കിട്ടിയില്ല രൂപമാണിത്, കണ്ടില്ല.
ഈ നമ്മുടെ ഈത്തപ്പഴം ഉള്ളിയൊക്കെ കണ്ട ലേഹ്യത്തിൻ്റെ കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ മാറി വന്ന് ഈത്തപ്പഴം ഉള്ളിയൊന്നും ഇപ്പോൾ ഇതിൽ കാണാനല്ല കേട്ടോ, ഒക്കെ അലിഞ്ഞിട്ടിട്ട് കണ്ടില്ലേ, ലേഹ്യത്തിൻ്റെ രൂപമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് അറിയാം, ഇങ്ങനെ ഇളക്കി ഇളക്കി, ഇപ്പം നമ്മൾ തീയൊന്നും കത്തിച്ചു കൊടുക്കില്ല കേട്ടോ, തീ കത്തിക്കരുത്. തീൻ്റെ ചൂടിൽ കിടന്നിട്ട് ഇങ്ങനെ ലേഹ്യത്തിൻ്റെ രൂപത്തിലേക്ക് വരണം, എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ. പിന്നെ ഒരു കാര്യം നമ്മൾ പറയാൻ മറന്നു, ഞാൻ 2 പ്രാവശ്യമായിട്ട് മിൽമ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് നമ്മൾ ലേഹ്യത്തിന് നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ കിട്ടുക കേട്ടോ. കണ്ടില്ലേ, അപ്പം നമ്മൾ ചട്ടിയിൽ നിന്നൊക്കെ വിട്ടു പോരാനായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ നെയ്യൊക്കെ തെളിഞ്ഞ് വരാനാണ് സമയത്ത് നമുക്കിത് എടുത്തു വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ ലേഹ്യത്തിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ലേഹ്യം നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, മധുരമൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലിട്ടിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. കാരണം ഉള്ളിയൊക്കെ ചേർത്തതാണ്, അപ്പോൾ പെട്ടെന്ന് കേടാവും പുറത്ത് വെച്ചാൽ. അപ്പോൾ എന്തായാലും എല്ലാ വീട്ടമ്മമാരും നമ്മളെ മക്കൾക്ക് ഇതൊന്ന് തയ്യാറാക്കി കൊടുക്കണേ. നല്ല ആരോഗ്യത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള ലേഹ്യമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്, എൻ്റെ മോൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്.